ഹലോ, എന്തൊക്കെയാ പരിപാടി? സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണ്ടേ? ഈ പ്ലേറ്റ് പൊക്കിക്കൊണ്ട് വന്നപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് നമ്മൾ അതെ പ്ലേറ്റിലാണ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ. ഞാൻ ഇന്ന് പ്ലേറ്റിൽ ഒരു താജ്മഹൽ പണിയും. അപ്പം നമുക്ക് കലാപരിപാടികൾ തുടങ്ങാട്ടോ. തുടുതുടുത്ത വെള്ള പെയിൻ്റ് എടുക്കുക, അതിൻ്റെ മണ്ടേ കൂടെ നമ്മുടെ നീല പെയിൻറ്റും കൂടെ അടിച്ചൊന്ന് മിക്സ് ചെയ്യാട്ടോ. പിന്നെ പെയിൻറ്റിൻ്റെ വിശുക്ക് കാണിച്ചാൽ പടം കുളമാവേ, അത് ഞാൻ നേരത്തെ പറഞ്ഞേ. ഈ പടം വരയ്ക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി കാണുള്ളൂ എന്താ വരയ്ക്കുന്നത്. എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം, ഒരു വെള്ളച്ചാട്ടം വരയ്ക്കാൻ പോകും. അതായത് ഒരു പാറമടയുടെ മണ്ടയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് പാറമടയ്ക്ക് കൊടുക്കുന്ന കളറ് ഗ്രേ ആട്ടോ. ഗ്രേ ഇല്ലെന്ന് വിചാരിക്കാൻ വിഷമിക്കൊന്നും വേണ്ട. വൈറ്റിനകത്ത് ഇച്ചിരി ബ്ലാക്ക് മിക്സ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും കിട്ടും സാധനം. പിന്നെ പാറയൊക്കെ ആകുമ്പം പാറ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് വെച്ച് പാറ എന്ന് വരച്ചു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി അതിനകമൊന്നൊരു ഒരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പടത്തിന് ഇച്ചിരി മൊഞ്ചൊക്കെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കണ്ടേ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൈ അങ്ങ് കഴിച്ചു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്ലോ ആക്കി വിട്ടേ. അങ്ങനെ പതുക്കെ എല്ലായിടവും ഒന്നിങ്ങനെ കറുപ്പിച്ച് പാറയേക്കാം. ഓക്കെ, പാറയുടെ മണ്ടേ താഴോട്ട് വരുന്ന വെള്ളച്ചാട്ടത്തിന് ഒരു ഭംഗിയേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുൽപ്പരപ്പും കൂടെ വരച്ചു കൊടുക്കാവേ. ആ പച്ച നിറം ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മുടെ പെയിൻറ്റിങ്ങിനൊരു നല്ല കിടുക്കം ഭംഗി ഇങ്ങോട്ട് വരും. അത് നല്ല രസമാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തടിച്ചാൽ ഇച്ചിരി മുഞ്ചുണ്ടാവും. പറഞ്ഞപ്പോൾ ഒന്ന് കുഴഞ്ഞു പോയി, അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആക്കിയാൽ പോരെ. ഇച്ചിരിയോടെ ഒരു ഇടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഡാർക്ക് ഗ്രീൻ ഒരു പുല്ലൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ആ വെള്ളച്ചാട്ടം ഒന്ന് പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നിയത് കൊണ്ട് നമ്മൾ ഇച്ചിരി കുളവാക്കാൻ വേണ്ടി മരങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട്. പച്ചപ്പിനോട് ഇച്ചിരി അധികം ഭ്രാന്തുള്ളതുകൊണ്ടേ അതങ്ങനെ പാരമ്പര്യം തന്നെ, പച്ചപ്പ് അത് തന്നെ. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടത്തിനകത്ത് ഒഴുകി വരുന്ന സ്ഥലത്തൊക്കെ കുറച്ച് പാറകളും പുല്ലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ വരച്ച് കഴിഞ്ഞാൽ അവസാനമാണ് നമ്മൾ മരത്തിൻ്റെ തടി വരച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികളുടെയൊക്കെ അവിടെ അതാകുമ്പോൾ ഇച്ചിരിയുടെ ഭംഗി കാണും. ഓക്കെ, ഇനി നമുക്ക് വെള്ളത്തിലൊരു താമര നിൽക്കുന്നത് അത് ഓവറാണ്, എന്നാലും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഒരു ചെറിയൊരു പേരിന് നമ്മൾ അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇലയില്ലാതെ എന്തല്ലേ. താമരയുടെ ഇടയിൽ കൂടെ തുള്ളിക്കളിക്കുന്ന കുറച്ച് മീനുകളും. ഓക്കെ, നമുക്ക് മീനും കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണുവരെ ബൈ.